അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് പറയാനാണ്. ഈ സാധാരണ നമ്മൾ വെള്ളി നക്ഷത്രം ഉള്ളപ്പോൾ തന്നെ കലാമതി പബ്ലിക്കേഷൻസിന് വേറെ ഉപപ്രസിദ്ധീകരണങ്ങളുണ്ട്. അതിന് ആദ്യകാലത്ത് വിമൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, അശോക് കുമാർ പത്രാധിപരായിട്ടുള്ള വിമൺസ്. അതിനുശേഷം പിന്നെ സ്നേഹിത എന്ന് പറഞ്ഞിട്ട് പ്രസാദലക്ഷ്മണൻ്റെ വിജു വി നായരുടെയൊക്കെ സാരഥ്യത്തിൽ സ്നേഹിത എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ ആരംഭിച്ചു. അപ്പോൾ ഈ സമയത്തൊക്കെ ഇതൊക്കെ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് അതിനകത്തൊക്കെ വരുന്ന ലേഖനങ്ങളിൽ ആദ്യം തന്നെ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഒക്കെ അവരുടെ ഒക്കെ കുടുംബമോ അല്ലെങ്കിൽ അമ്മമാരോ അല്ലെങ്കിൽ ഭാര്യമാരോ ഒക്കെ കുറിച്ചുള്ള ചെറിയ ചെറിയ കഥകളും ലേഖനങ്ങളും ഒക്കെ ആയിരിക്കും, മീൻസ് ഫീച്ചേഴ്സൊക്കെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തിരുവനന്തപുരത്തു നിന്നുള്ള പ്രസിദ്ധീകരണമായതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത് മുടവൻ മുകളിൽ മോഹൻലാലിൻ്റെ വീടുണ്ട്, അവിടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് ചെല്ലാനും അങ്ങനെ ഒരു പരിചയം, മോഹൻലാലിനെ അപ്രോച്ച് ചെയ്യുന്നതിലും എളുപ്പത്തിൽ ഒന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന അമ്മയെ ഒന്ന് അടുത്ത് ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്താൽ നല്ലതല്ലേ എന്ന് ചിന്തിക്കുമല്ലോ നമ്മളെല്ലാം. അപ്പോൾ അങ്ങനെ ആ കാലത്ത് നമ്മൾ നമ്മുടെ വനിതാ പത്രപ്രവർത്തകരും ഒക്കെ അമ്മയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ ലാൽ സാറിൻ്റെ വീട്ടിൽ ഹിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് മുടവൻ മുകളിൽ, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഏറ്റവും ഉയർന്ന ഒരു സ്ഥലിയിലാണ്. അതപ്പോൾ അതായത് ആ ഭൂമിയുടെ മുടവൻ മുകളിൽ ആ കയറ്റം കയറി ആ കയറ്റത്തിൻ്റെ ഒത്ത മുകളിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട്, ഹിൽ ക്രസ്റ്റ് എന്ന് പറയുന്ന വീട്. അവിടെ നിന്നാൽ നമുക്ക് ആ മുടവൻ മുകളും അപ്പുറത്തെ കുന്നും എല്ലാം കാണാം. അപ്പോൾ ആ വീടെന്ന് പറയുന്ന ഒരു സാധാരണ അന്നത്തെ കാലത്ത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഗവൺമെൻറ് സെക്രട്ടറി വെച്ചിട്ടുള്ള പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായൊരു വീടാണ്. സിമ്പിളായിട്ടുള്ള വെട്ടവും വെളിച്ചവും ഒക്കെ കയറുന്ന വീടും പുറന്നോട്ട് കുറേ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ കൃഷിയും ചെറിയ പച്ചക്കറികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ആ വീട്ടിൽ പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും ചെന്നിട്ടുണ്ട്. സന്തോഷകരമായ മുഹൂർത്തങ്ങളിലും അവാർഡ് കിട്ടുന്ന സമയത്തും ഇൻ്റർവ്യൂ ചെയ്യുന്നതിനും, പിന്നെ ആൻ്റണിയോടൊപ്പം അവിടെ അതിന് പിറകിൽ അതിൻ്റെ മാനേജേഴ്സിനും ആൾക്കാർക്കും ഇരിക്കാൻ പ്രത്യേകിച്ച് ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. അവിടെ ഇരുന്നും ഈ വീടിൻ്റെ പശ്ചാത്തലം നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. ലാൽ സാറിനെ അവിടെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ ദൂരദർശന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ നമ്മൾ ആ വീട്ടിലിരുന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത്, ഈ അമ്മ ആ വീട്ടിലൊരു സാന്നിധ്യമാണ്. മോനെ എന്ന് വിളിക്കും, നമ്മളെയും അങ്ങനെയാണ്, മോനെ വാ മോനെ എന്ന് പറഞ്ഞ് വിളിക്കും. അങ്ങനെ നമ്മളവിടെ ചെന്ന് നമുക്ക് ആഹാരം തരും, അതാണല്ലോ പ്രധാനം. അപ്പോൾ ഞാൻ പലതവണ ആ അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങി കഴിച്ചിട്ടുണ്ട്. ദോശ, ചമ്മന്തി, ഇങ്ങനെയൊക്കെ ഉള്ളതിനും അതീവ രുചികരമാണ്.